ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ബസ്മതി റൈസ് വെച്ചിട്ട് ഒരു പാൽപ്പായസത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസിയാണ്. നല്ല മടിയന്മാർക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഒക്കെ കൂടെ കുക്കറിൽ ഇട്ടിട്ട് അടച്ചു വെച്ചാൽ ഒരു 3/4 മണിക്കൂർ കൊണ്ട് നല്ല കട്ടിയുള്ള പാൽപ്പായസം നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു പിടി ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്, ഒരു കൈപ്പിടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരമണിക്കൂർ സോക്ക് ചെയ്ത് വെക്കുന്നത്. അതിനുശേഷം നമുക്കിത് കൈകൊണ്ട് ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. കൈകൊണ്ട് ഒന്ന് തിരുമ്മി എടുത്താൽ തന്നെ അരി നന്നായിട്ട് പൊടിഞ്ഞ് വരും. കാരണം ഇത് നന്നായിട്ട് സോക്ക് ചെയ്തതല്ലേ. അങ്ങനെ പൊടിഞ്ഞ് കിട്ടുകയാണെങ്കിൽ പായസത്തിന് നല്ല ഒരു ടെക്സ്ചറിൽ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നല്ല ലെങ്ത് ഉള്ള അരിയല്ലേ. അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കുക്കറിലേക്ക് എല്ലാം കൂടി ഇടുകയാണ് വേണ്ടത്. അപ്പോൾ കുക്കർ നമ്മൾ സാധാരണ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2-3 തവണ നന്നായിട്ട് കഴുകാം കേട്ടോ. ചെറിയ എന്തെങ്കിലും ഒരു അംശം ഉണ്ടായാൽ തന്നെ നമ്മളെ പായസം ഫ്ലോപ്പായി പോവും. കാരണം പാലൊക്കെ ഒഴിച്ചിട്ട് ചെയ്യുമ്പോഴേ പാല് പെട്ടെന്ന് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ കറിയൊക്കെ ഉണ്ടാക്കണ കുക്കർ തന്നെ എടുത്താൽ മതി കേട്ടോ. ഇതിനായിട്ട് ഒരു സ്പെഷ്യൽ കുക്കറൊന്നും വേണമെന്നില്ല. നമ്മൾ സാധാരണ എടുക്കണ കുക്കർ എടുക്കുക, എന്നിട്ട് ഒരു 2-3 തവണ കഴുകുക, അത്രേ വേണ്ടു. ഇതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പാലാണ് ഒഴിക്കേണ്ടത്. അപ്പം ഞാനിവിടെ 1 ലിറ്റർ പാലാട്ടോ എടുത്തിട്ടുള്ളത്. ഒരു കൈപ്പിടി അരിയും 1 ലിറ്റർ പാലുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതന്നെ നല്ല മധുരമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറച്ച് വേണ്ടെങ്കിൽ ഒരു 1/2 കപ്പൊക്കെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഞാൻ ലാസ്റ്റ് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് ശരിക്കും ഓപ്ഷണൽ ആണ് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ശരിക്കും ഈ പായസത്തിൽ പാലും പഞ്ചസാരയും അരിയും വെച്ചിട്ട് മാത്രമാണ് ചെയ്യുന്നത്. അപ്പം തന്നെ നല്ല തിക്കായിട്ടുള്ള പായസം ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 1/2 കപ്പോ 3/4 കപ്പോ പഞ്ചസാര ചേർത്തിട്ട് ചെയ്താൽ മതി കേട്ടോ. അധികം പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യുക. എന്നിട്ട് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആകാൻ വേണ്ടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പഞ്ചസാര ഇല്ലെങ്കിൽ അടിയിൽ കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പഞ്ചസാര ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അരിയിലും പാലിലൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, അത്രേ വേണ്ടൂ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പാല് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. തിളക്കാൻ വേണ്ടി നിൽക്കരുത് കേട്ടോ. ഒന്ന് ചൂടാവേ വേണ്ടൂ. പെട്ടെന്ന് പ്രഷർ കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇടുകയാണെങ്കിൽ കുറേ സമയം എടുക്കും പ്രഷർ കയറാൻ വേണ്ടിയിട്ട്. കുക്കറിൽ പ്രഷർ ആയിക്കഴിഞ്ഞാൽ അരി അതിൽ നിന്ന് നന്നായിട്ട് കുക്കായിക്കോളും. അപ്പോൾ ഒന്ന് പ്രഷർ പെട്ടെന്ന് കയറാൻ വേണ്ടിയിട്ട് പാല് ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ. അപ്പോൾ നമുക്കിനി കുക്കർ അടച്ച് വെക്കാം. പാല് തിളച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പൊന്തിയിട്ട് പുറത്തേക്ക് വരും. അതുകൊണ്ട് തിളക്കാൻ വേണ്ടി നിൽക്കരുത് കേട്ടോ. ചെറുതായിട്ടൊന്ന് ചൂടാവേ വേണ്ടൂ. അതുപോലെ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കണമെങ്കിൽ വലിയ കുക്കർ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്കൊരു 2 ലിറ്റർ പാലൊക്കെ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ ഒരു 4 ലിറ്ററിൻ്റെയോ 5 ലിറ്ററിൻ്റെയോ കുക്കർ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒന്നും പുറത്തേക്ക് പോകുന്നില്ല. നല്ല രീതിയിൽ പായസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഞാനിപ്പോൾ ഇവിടെ 3 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ലിറ്റർ പാൽ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി കുക്കർ അടച്ച് വെക്കാം. കുക്കർ അടച്ച് വെച്ചിട്ട് കറക്റ്റ് 45 മിനിറ്റ് ആട്ടോ വെക്കുന്നത്. വെരി ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. എത്രത്തോളം ലോ ഫ്ലെയിം ആക്കാൻ വേണ്ടി പറ്റും അത്ര ലോ ഫ്ലെയിം ആക്കിയിട്ട് കറക്റ്റ് 45 വെക്കുക. പായസം അവിടുന്ന് തന്നെ ആയിക്കോളും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ പണികളൊക്കെ തീർന്നോളും. വലിയ മെനക്കേടൊന്നും ഇല്ലാത്ത പരിപാടിയാണ്. സാധാരണ നമ്മൾ പായസം ഉണ്ടാക്കുകയാണെങ്കിൽ കുറേ സമയം ഇളക്കിക്കൊണ്ടിരിക്കലാണ് വേണമല്ലേ. ഇത് നമ്മൾ എല്ലാം കൂടി കുക്കറിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അത് തന്നെ പായസമായിട്ട് നമുക്ക് കിട്ടും. ഇപ്പം ഇത് 45 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ തന്നെ നിൽക്കട്ടെ. ഈ പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രമേ കുക്കർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. നമ്മൾ പെട്ടെന്ന് തന്നെ തിരക്ക് കൂട്ടിയിട്ട് വിസിലൊക്കെ പൊന്തിക്കാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ പായസം പുറത്തേക്ക് വരും. അതുകൊണ്ട് പ്രഷർ കംപ്ലീറ്റ് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പ്രഷറൊക്കെ കംപ്ലീറ്റ് പോകാൻ വേണ്ടി ഒരു 20 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ സമയം എടുക്കും കേട്ടോ. ഇപ്പോൾ കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട്. ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തു. നിങ്ങൾ കണ്ടില്ലേ, ഇതാ നല്ല കട്ടിയുള്ള പായസമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുക്കറിൽ എല്ലാം കൂടി ഇടേ വേണ്ട നല്ല ടെക്സ്ചറിലാണ് ഉള്ളത്. അരി വേറെ വെള്ളം വേറെ ഒന്നും അല്ല കേട്ടോ നിൽക്കുന്നത്. എല്ലാം കൂടി നന്നായിട്ട് യോജിച്ചിട്ടാണ് ഉള്ളത്.
ഇനി ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കുറച്ചുകൂടി ഒരു തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നത്. ഒരു 3-4 ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തതിന് ശേഷം ചൂടാക്കുന്നൊന്നുമില്ല കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. കാരണം പായസത്തിന് ഇപ്പോഴും ചെറിയൊരു ചൂടുണ്ട്. അപ്പോൾ പായസം കുറച്ചുകൂടി ഇരിക്കുമ്പോൾ നന്നായിട്ട് തിക്കായിട്ട് വരും. നിങ്ങൾക്ക് നല്ല കട്ടിയുള്ളതാണ് വേണ്ടതെങ്കിൽ കുറച്ചും കൂടി ഒന്ന് തിളപ്പിച്ചാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. ഉപ്പ് നമ്മൾ ഈ സമയത്ത് ഇടാം കേട്ടോ. ആദ്യം തന്നെ ഉപ്പ് ഇടാൻ വേണ്ടി പാടില്ല. പായസം റെഡി ആയതിന് ശേഷമാണ് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് വറുത്തിടുകയും കൂടി ചെയ്യുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല. കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും എടുത്തിട്ട് ഒന്ന് വറുത്തിടുന്നുണ്ട്. എന്തായാലും നമ്മളൊരു വീഡിയോ ചെയ്യുന്നതല്ലേ, അപ്പോൾ ഫോട്ടോയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടി ഒന്ന് വറുത്തിടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാഷ്യൂനട്ടും കിസ്മിസും വറുത്തതിന് ശേഷം നമ്മൾ പായസത്തിലിടുമല്ലോ, ആ സമയത്ത് ഞാൻ ഇതിൻ്റെ നെയ്യ് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് ഒഴിവാക്കിയിട്ട് കാഷ്യൂനട്ടും കിസ്മിസും മാത്രമേ പായസത്തിൽ ഇട്ട് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ബസ്മതി റൈസ് വെച്ചിട്ടുള്ള പാൽപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയല്ലേ സംഭവം? അപ്പോൾ നമ്മൾ പായസം ഗ്ലാസ്സിൽ ഒഴിക്കുന്ന സമയത്ത് അരി താഴെ നിൽക്കും, പാല് മേലെ നിൽക്കും, അങ്ങനെയൊന്നുമല്ല നിൽക്കുന്നത്. നല്ല കറക്റ്റ് ആയിട്ടാണുള്ളത്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു പായസം റെഡിയാക്കുക. എനിക്ക് സാധാരണ ഇങ്ങനെ കിട്ടലില്ല കേട്ടോ. ഞാൻ പായസം ഉണ്ടാക്കിയാൽ എന്തായാലും അരി താഴെയും പാല് മേലെയാണ് ഉണ്ടാവല്. അപ്പോൾ ഇത് എൻ്റെ സിസ്റ്ററാണ് ഈ ഒരു പായസത്തിൻ്റെ റെസിപ്പി എനിക്ക് തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്